അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻളുറൂൻ വഅൻതും ഹീനഇദിൻ തൻളുറൂൻ ونحن أقرب إليكم ولكن لا تبصرون. പരിശുദ്ധ ഖുർആനിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ലോകത്തിന്റെ രക്ഷിതാവായ തമ്പുരാൻ പറയുകയാണ്, മരിക്കാൻ പോകുന്ന ഉപ്പയുടെ അരികിലിരുന്ന് ഓതുന്ന മക്കളെ, ആ ഉപ്പയുടെ അരികിലിരുന്ന് കലിമ ചൊല്ലുന്ന മക്കളെ, ആ ഉപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ, അല്ലാഹു ചോദിക്കുകയാണ്, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം. നിന്റെ ഉപ്പയുടെ, നിന്റെ ഉമ്മയുടെ, നിന്റെ ഭർത്താവിൻ്റെ, നിന്റെ ഭാര്യയുടെ തൊണ്ടക്കുഴിയിലേക്ക് ഞാൻ റൂഹ് മെല്ലെ പിടിച്ചെടുക്കുമ്പോ വഅൻതും ഹീനഇദിൻ തൻളുറൂൻ. നീ കണ്ടുകൊണ്ടിരിക്കുകയാണത്, നീ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണത്. പക്ഷേ നിനക്ക് വല്ലതും ചെയ്യാൻ കഴിയുമോ? നിനക്ക് വല്ലതും ചെയ്യാൻ കഴിയുമോ? നിന്റെ റൂഹ് പിടിക്കാൻ പോവുകയാണ്, മലക്കുൽ മൗത്ത് വന്ന് നിൽക്കുകയാണ്. നിന്റെ ഉപ്പ ഇതാ ഒരു ലോകത്തേക്ക് യാത്ര തിരിക്കാൻ മിനിറ്റുകൾ, നിമിഷങ്ങൾ, സെക്കൻഡുകൾ മാത്രമാണ്. നീ ഉപ്പാന്റെ ഓരത്താണ്, പക്ഷേ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. വനഹ്നു അഖ്റബു ഇലൈക്കും, നിങ്ങളുടെ ഓരത്താണ് ഞാൻ, പക്ഷേ വലാകിൻ ലാ തുബ്സിറൂൻ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്നെ, എൻ്റെ അവസ്ഥയെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. ആ റൂഹ് പിടിക്കുന്ന രംഗം വല്ലാത്ത ഒരു രംഗമത്രേ. കല്ലാ إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى فلا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى أولى لك فأولى ثم أولى لك فأولى. മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അടിവരയിട്ട് വ്യക്തമാക്കി തരുന്ന ഒരു രൂപരേഖയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചത്. പരിശുദ്ധ ഖുർആനാണ്, തള്ളിക്കളയരുതേ, വലിച്ചെറിയരുതേ, അത് ഉദാസീനതയോടെ കാണരുതേ. റബ്ബിന്റെ ഗ്രന്ഥമാണത്. ലോകത്തെ സൃഷ്ടിച്ചവൻ അവനാണ്, സ്വർഗത്തിന്റെ ഉടമസ്ഥൻ അവനാണ്. മലക്കുൽ മൗത്തിനെ നിയമിച്ചതും സൃഷ്ടിച്ചതും ഏതൊരു ലോകത്ത് കൊതുക് പറക്കണമെങ്കിൽ ആ കൊതുകിന്റെ റൂഹിനെ പിടിക്കാൻ ആ അല്ലാഹുവിന്റെ കൽപ്പനയില്ലാതെ സാധ്യമല്ല എങ്കിൽ ആ മലക്കുൽ മൗത്തിനെ സൃഷ്ടിച്ച തമ്പുരാൻ പറയുകയാണ്, ഏതൊരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ, അവന്റെ ആത്മാവിനെ അറസ്റ്റ് ചെയ്യാൻ മലക്കുൽ മൗത്ത് അവന്റെ വീട്ടിലേക്ക് എത്തുന്നുവോ, തൊണ്ടക്കുഴിയിൽ അവന്റെ ആത്മാവ് പിടിച്ചെടുക്കപ്പെടുമ്പോൾ കല്ലാ إذا بلغت التراقي
ഒരുവന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുമ്പോ വഖീല അവൻ ചോദിക്കുകയാണ്, വഖീല ചോദിക്കപ്പെടുകയാണ്, മൻ റാഖ്, ഒന്ന് ഓതി തരുമോ, ഒന്ന് മന്ത്രിച്ചൂതുമോ, എന്റെ ശരീരമാസകലം വേദനിക്കുകയാ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. വവന്ന അന്നഹുൽ ഫിറാഖ്, ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ സ്വമേധയാ പറയുകയാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ് മക്കളെ, ഞാൻ മരിക്കാൻ പോവുകയാണ് മക്കളെ, ഞാൻ മരണത്തോട് മല്ലടിക്കുകയാണ് മക്കളെ, എന്റെ ശരീരമാസകലം വേദനിക്കുന്നു പൊന്നെ, ഒന്ന് ഓതിത്തരുമോ, ഒന്ന് ഓതിത്തരുമോ, എന്റെ ശരീരത്തെ ഒന്ന് ഓതിത്തടവുമോ. അവരുടെ രണ്ട് കാലുകൾ കണങ്കാലുകൾ തമ്മിൽ കൂടിപ്പിണയുകയാണ്. ശരീരമാസകലം വേദന കൊണ്ട് അവന്റെ ശരീരത്തെ സ്വന്തമായി അവൻ തന്നെ ഒടിച്ചു മാറ്റുകയാണ്. ഒന്ന് ഓതിത്തരുമോ, ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോവുകയാണ്. വല്ലാത്ത വെപ്രാളം, വല്ലാത്ത വെപ്രാളം, വല്ലാത്ത ആവേശം, വല്ലാത്ത ദാഹമാണ്, വല്ലാത്ത വിഷമമാണ്. എന്തേ ഇതിനുള്ള കാരണമെന്ന് ഇവനും മലക്കുൽ മൗത്തുമായുള്ള സംഘട്ടനത്തിൽ ചോദിക്കുമ്പോ ആ മലക്കുൽ മൗത്തിന്റെ പ്രതികരണം, എന്റെ യുവാക്കളെ, യുവതികളെ, ഇന്ന് ഈ ഹദ്ദാദ് നഗറിൽ നിന്ന് ദുആ ചെയ്ത് പിരിഞ്ഞു പോകുമ്പോ നാളെ ഈ സദസ്സില്ല, പക്ഷേ മലക്കുൽ മൗത്ത് ഉണ്ട്, അത് മറന്നു പോകരുതേ. ഇന്നും വരാം, നാളെയും വരാം, എപ്പോഴും വരാം, എങ്ങനെയും വരാം, ഏത് സമയത്തും വരാം. ആ മലക്കുൽ മൗത്ത് വളരെ മൃഗീയമായ തോതിൽ ഇവന്റെ ആത്മാവിനെ പിടിച്ചെടുക്കുമ്പോ ആ മലക്കുൽ മൗത്തിനോട് ഇവൻ ചോദിക്കും, എന്തേ എന്റെ ആത്മാവിനെ ഇത്ര കഠോരമായ അവസ്ഥയിൽ നീ പിടിക്കുന്നതെന്ന് ചോദിക്കുമ്പോ മലക്കുൽ മൗത്തിന്റെ മറുപടി, അല്ലാഹുവിന്റെ മറുപടി, ഫലാ صدق ولا صلى. ഒരുപാട് സദഖ ചെയ്തു, പക്ഷേ ഒരുപാട് ഹജ്ജ് ചെയ്തു, പക്ഷേ ഒരുപാട് ഖുർആൻ ഓതി, പക്ഷേ ഒരുപാട് പെൺമക്കളെ കെട്ടിച്ചയച്ചു, പക്ഷേ നമസ്കാരമില്ല, നമസ്കാരമില്ല. നിന്റെ കർമ്മം കൊണ്ടൊരു പുണ്യവുമില്ല, നിന്റെ കർമ്മം കൊണ്ട് ഒരു സ്ഥാനവും അല്ലാഹുവിന്റെ അടുക്കലില്ല. എത്രത്തോളം നന്മ ചെയ്താലും ഈ ഭൂമിയിലുടനീളം നീ ധർമ്മത്തിന്റെ ഉടമസ്ഥനായിരുന്നാലും നിനക്ക് നമസ്കാരമില്ലയോ സഹോദരാ. നിന്റെ ആത്മാവിനെ പിടിക്കാൻ വരുമ്പോ മലക്കുൽ മൗത്ത് നിന്നോട് കരുണ കാണിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ഫലാ സ്വദ്ദഖ വലാ സ്വല്ലാ. നിനക്കൊരു പക്ഷേ നമസ്കാരമുണ്ടായിരിക്കാം, അള്ളാന്റെ മാർഗത്തിൽ സ്വദഖ ചോദിക്കുമ്പോ, സമ്പത്ത് ചോദിക്കുമ്പോ പാവപ്പെട്ടവന്റെ അർഹതയായ സകാത്തിന്റെ വിഹിതം കൊടുക്കാതെ പിടിച്ചു വെച്ചവനാണ് നീ. നിന്റെ അവസ്ഥ മൃഗീയമാണ്, നിന്റെ അവസ്ഥ മോശമാണ്. ഫലാ സ്വദ്ദഖ വലാ സ്വല്ലാ വലാകിൻ കദ്ദബ വതവല്ലാ. ഈ പറയുന്നതെല്ലാം കേട്ടിട്ട് നീ പുച്ഛിച്ച് തള്ളിയവനാണ്, പിന്തിരിഞ്ഞ് കളഞ്ഞവനാണ്, വലിച്ചെറിഞ്ഞവനാണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞവനാണ്. അതുകൊണ്ട് മലക്കുൽ മൗത്ത് പിരാവുകയാണ്. ഔലാ ലക ഫൗലാ ثم أولى لك فأولى. നിനക്ക് ഏറ്റവും അർഹതപ്പെട്ട ശിക്ഷയാണ് മോനെ, ശിക്ഷയാണ് മോളെ. നീ അർഹതപ്പെട്ടവള് തന്നെ, അർഹതപ്പെട്ടവൻ തന്നെ. നിലവിളിച്ചിട്ട് കാര്യമില്ല, നിലവിളിച്ചിട്ട് കാര്യമില്ല, ആവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല. അരോഗതരുടെ ഗാത്രരായിരുന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മറന്നുപോയി? പള്ളിയുടെ തിരുമുറ്റത്ത് നീ വീട് വെച്ച് കിടന്നുറങ്ങിയിട്ട് സുബഹ്
സുബഹി നമസ്കാരത്തിന്റെ സമയത്ത് പള്ളിയിൽ വരാത്തവനല്ലയോ? മധ്യാഹ്ന സമയത്തിന്റെ ളുഹറിന്റെ സമയത്തിന്റെ ബാങ്ക് വിളിച്ചപ്പോ പള്ളിയുടെ തിരുമുറ്റത്തുള്ള കടയിൽ കച്ചവടം ചെയ്തവനല്ലയോ? അസറിന്റെ ബാങ്ക് വിളിക്കുമ്പോഴും ഷോപ്പിങ്ങിലല്ലയോ? മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുമ്പോ സീരിയലും ക്രിക്കറ്റ് കളിയും കാണുകയല്ലയോ? ഇശാഇന്റെ സമയത്ത് ബാങ്ക് വിളിക്കുമ്പോ നീ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമസ്കാരത്തെ പാഴാക്കിയവനല്ലയോ? ഔലാ ലക ഫഔലാ ثم أولى لك فأولى നിനക്ക് അർഹതപ്പെട്ട ശിക്ഷ തന്നെ ഇത്. ഇതിൽ നിന്ന് മോചനമില്ല, ഇതിൽ നിന്ന് രക്ഷയില്ല, ഇതിൽ നിന്ന് രക്ഷയില്ല. നിന്നെ മൃഗീയമായ നിലയിലാണ് ഞങ്ങൾ പിടിക്കാൻ പോകുന്നത്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, ഫഇൻ കാന മിമ്മൻ യുഹാഫിളു അലസ്സലാ. ഈ ഒരു അവസ്ഥ ഉണ്ടാകാതെ നമസ്കാരം നിലനിർത്തിയ ഒരു വ്യക്തിയാണെങ്കിൽ, 5 നേരം നമസ്കാരം കൃത്യമായി ഇമാമും ജമാഅത്തോടും നമസ്കരിച്ച വ്യക്തിയാണെങ്കിൽ, ലഖനഹു മലക്കുൽ മൗത്ത്. മലക്കുൽ മൗത്ത് പറയും, നീ ചൊല്ലുമോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഒരവസ്ഥയിലെ മുഅ്മിൻ മരിക്കുള്ളൂ. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് എൻ്റെ യുവാക്കളെ, നമസ്കാരം പാഴാക്കിക്കൊണ്ട് ഒരു കർമ്മവും വേണ്ട. ആ കർമ്മങ്ങളെല്ലാം അസാധുവാണ്, അസാധുവാണ്. മലക്കുൽ മൗത്ത് നമുക്ക് കലിമ ചൊല്ലിത്തരും.